പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പ്രാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നോനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യണ മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിൽ എന്നപോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ ഇനി പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷത്തിൽ നിന്ന് രക്ഷിച്ചോളണമേ. എന്നോട് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരേമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാ സമയത്തും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പ്രാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. From the book of Ecclesiastes, chapter 3, verses 1 to 2. There is a season for everything, a time for every occupation under heaven,
a time for giving birth, a time for dying, a time for planting, and a time for uprooting what has been planted. What does this mean? All that God does is apt for its time. But although He has given us an awareness of the passage of time, we can predict neither the beginning nor the end of what God does. So let's be grateful for what we have and for those around us with whom we share these changes. Be grateful for what was learned and what was accomplished. We have suffered a lot as a community and as a nation and as a world in so many ways throughout these years, and we have asked God for a lot of things. We asked God for strength and He gave us difficulties to make us strong. We asked God for wisdom and He gave us problems to solve. We asked God for courage and He gave us fears to overcome. We asked God for patience and He gave us situations where we were forced to wait. We have received nothing that we asked for or wanted, and yet we have received everything that we needed. For this, we give thanks and let us ask for God's grace and trust in what He has planned for us. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എൻ്റെ ചാരത്തു ചേരുന്ന സ്വാന്തനമായി മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണർത്തിയിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. പകയാലെൻ മനം നേരിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിയിടുന്നു. തൻ്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എൻ്റെ ശിരസിൽ ചേർത്തിടുന്നു. തൻ്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എൻ്റെ ശിരസിൽ ചേർത്തിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. Beloved Tirumeni, respected Achans, and all dear listeners, I would like to thank God Almighty for this wonderful opportunity to be a part of Theo ministry. I also prayerfully request God Almighty to shower His grace and mercy upon all those who are tirelessly continuing this initiative for the glory of God. അനേക പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. പക്ഷേ മനുഷ്യന് പ്രതിസന്ധികളില്ലാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് മഹായുദ്ധങ്ങൾ, ജാതിമതഭേദ കലാപങ്ങൾ, പകർച്ചവ്യാധികൾ
അങ്ങനെ പല പലവിധ പ്രശ്നങ്ങൾ. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളർന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളെ കൂടാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും നമ്മെ വളരെ അസ്വസ്ഥരാക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കാണുവാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രശ്നങ്ങളെപ്പറ്റി ശക്തമായ അഭിപ്രായങ്ങളുമുള്ളവരാണ്. എടുത്തു പറയുവാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ അറിയുവാനും അതിൽ ഇടപെടുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും നാം പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ അയൽക്കാരൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പ്രശ്നങ്ങളാവാം. പക്ഷേ എങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെയോ പ്രശ്നങ്ങളെയോ പരിഹരിക്കുവാനോ ഉള്ള പ്രാപ്തിയോ അർഹതയോ നമുക്ക് ഉണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വയപരിശോധനയാണ്. യെസ്, സെൽഫ് അസസ്മെൻറ്റ്. Today, I would like to shed some light on how self-assessment of our lives can help us to improve each other's lives. Yes, you heard it right. We would see how self-assessment of our lives can help us to improve each other's lives. സ്വയപരിശോധന എന്ന വിഷയം നാം പരിഗണിക്കുന്ന ഒന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യകതകളുടെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നാം വായിച്ച് കേൾക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വേദഭാഗങ്ങളാണ്. നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഏവൻഗേലിയോനിലൂടെ കേട്ടത് പരിശുദ്ധ ലൂക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 39-ാം വാക്യം ഇപ്രകാരമാണ്: കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? Can the blind lead the blind? Will they not both fall into a pit? അത് കഴിഞ്ഞ് 41-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ. ഈ വായിച്ച വേദഭാഗങ്ങൾ നമ്മെ സ്വയപരിശോധനയിലേക്ക് ക്ഷണിക്കുകയാണ്. നാം നമ്മുടെ ആലോചനകളെയും പ്രവൃത്തികളെയും വിലയിരുത്തുവാൻ സമയം ചെലവാക്കാറുണ്ടോ? ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് ഇത് ചെയ്തത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു പരിശോധന ചെയ്യുവാൻ എത്ര സമയം നാം മാറ്റി വെക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കണം. മീനിങ് we have to critically look at ourselves. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ, പാപങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ, തെറ്റുകൾ, പൊരുത്തക്കേടുകൾ, തെറ്റായ ഉദ്ദേശ്യങ്ങൾ മുതലായവ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രാഥമിക ജോലി. ഇതാണ് ആദ്യത്തെ പടവ്. And this whole exercise can be enlightening. We may come out as a winner sometimes, but there is certainly also a possibility that we may come out as a person who is weak and sinful. And knowing this, that you are sinful and weak and doing nothing, is again a sin, because no one can properly serve God who shrugs off sin as no big deal. And no one can have the deep love for Jesus without appreciating the awful price that He paid to redeem us from our sins. So when we sin, we need to confess it to the Lord and feel the grief that our sin causes Him. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞ് ഇനിയാണ് രണ്ടാമത്തെ പടവ്.
As much as I say that we need to confess our sins to God and ask for forgiveness, I must also agree that it can be harder to accept forgiveness, meaning that we may have apprehensions in mind whether God would forgive me of my gravest sins. But let me tell you, the ability to believe that you are forgiven is also crucial to our spiritual growth. അതായത് ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് എന്ന വിശ്വാസം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് നിർണായകമാണ്. അതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പരിശുദ്ധ പത്രോസ്ലീഹയുടെ ജീവിതമാണ്. We all know that Peter was heartbroken after he rejected Christ 3 times. And it is not hard to understand what he would have been going through during the time leading to Christ's crucifixion. He could have taken the same path as Judas Iscariot, who decided to end his life not being able to accept the fact that he led the enemies to Christ. But instead, as we know, Peter cried and asked for forgiveness. Now both Judas and Peter both would have heard Jesus speaking about forgiveness and also would have seen acts of forgiveness by their master. But it was only the latter who could put those thoughts into action and ask for forgiveness. And we all know then what happened, which is written in St. Mark chapter 14 verses 7, where the woman, when they reached the tomb of Jesus Christ, they saw a young man who told them, "Don't be alarmed," he said. "You are looking for Jesus the Nazarene who was crucified. He has risen, he is not here. See the place where they laid him. But go, tell his disciples and Peter, he is going ahead of you into Galilee. There you will see him just as he told you." അതെ, നമ്മൾ കേട്ടത് ശരിയാണ്. ആ ബാല്യക്കാരൻ പറഞ്ഞത്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നുവെന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീൻ എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ ആ സ്ത്രീകളിൽ നിന്ന് കേട്ടപ്പോൾ പരിശുദ്ധ പത്രോസ്ലീഹയുടെ കാതുകൾ മുഴങ്ങിക്കാണും. He may also have asked the woman, did the angel really say Peter? Yes. So this would have assured Saint Peter that the Lord had not rejected him because of his failure. And this act of believing that he was forgiven by Jesus led him to work aggressively for the glory of the Lord. And the Holy Spirit guided him to perform great miracles, including the one mentioned in the Acts of the Apostles chapter 5 verses 15. As a result, what the apostles were doing, the sick people were carried out into the streets and placed on beds and mats, so that at least Peter's shadow might fall on some of them as he passed by. That was the power of Lord's forgiveness. So coming back to our third step, നമ്മുടെ തെറ്റുകളെ തിരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരുത്തുവാൻ തുടങ്ങാവൂ. അത് ഏത് വിധത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ പരിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അതായത് ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. St. Paul says, "Dear brothers and sisters, if another believer is overcome by some sin, you who are godly should gently and humbly help that person get back into the right path." Humbly and gently is what the Bible says. Being humble or humility is a very powerful expression. If you look at some of the greatest virtues, you would see that humility is part of all the virtues. For example, you need humility to truly love someone, meaning loving someone more than yourselves, right? You need humility. And similarly, to show kindness, to show mercy, to forgive someone, humility is an integral part. So coming back to our main topic,
Now that self assessment is complete, and now we have asked and received forgiveness, now we are on the right path to humility. British writer C.S. Lewis once said, "True humility is not thinking less of yourself, it is thinking of yourself less." Let me repeat. True humility is not thinking less of yourself, but it is thinking of yourself less. Yes, at this point, after these 3 steps, we would start thinking of others more often. We are now ready to take our lives to a different level. We would now begin to focus on adding value to the world. We would now have become more grateful for what we have, and now we would understand the importance of contribution. Let's not forget that all this began with the simple but powerful act of self assessment. There is no doubt that this act needs abundance of grace from our Lord Jesus Christ. Because this is a step towards trying to be perfect like Jesus Christ. Yes, true Christian means being Christ, letting others to see Christ through your words and actions. I'm sure we all want to reach that stage as Saint Paul, where he confidently says in 1 Corinthians chapter 11 verses 1, "Imitate me just as I imitate Christ." And to give hope to that belief is one of the verses from the same chapter in the book of Luke, where Christ says, "The student is not above the teacher, but everyone who is fully trained will be like their teacher." നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് എന്നെയും എൻ്റെ അവസ്ഥയും കാണുന്നത് പോലെ എനിക്ക് കാണാൻ എന്നെ സഹായിക്കണമേ. ഞാൻ പാപം ചെയ്തുവെന്ന് നിസ്സാരമായി കണക്കാക്കാൻ എന്നെ അനുവദിക്കരുത്. പക്ഷേ എൻ്റെ പാപം എന്താണെന്ന് കാണുവാൻ എന്നെ സഹായിക്കണമേ. ആമീൻ. ലെറ്റ് മീ കൺക്ലൂഡ്. ദൈവം പത്രോസിനെ ക്ഷമിച്ചതും പിന്നെ അനുഗ്രഹിച്ചതും പോലെ നമുക്കും സ്വയപരിശോധന ചെയ്ത് പശ്ചാത്താപിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Barakimor. O Heavenly Father, we thank you and we praise you in your holy name for giving us this day. O Holy Son of God, save us from all evil spirits so that we can sleep with your grace. O Holy Spirit, guide us through your righteousness path so that we could praise your holy name. Protect us from all evil thoughts so that we could achieve what you have destined us, Lord. O Lord Almighty, bless our Tirmini, our church, our clergy, and all the faithful so that they praise your holy name. O God in heaven, what a joy to come to your presence at this hour of time. We want to thank you for allowing us to have this meeting. O Almighty and loving Father, Creator of heaven and earth, we praise you and adore you. You are the King of kings. We humbly ask forgiveness for our sins. Have mercy on us, Lord. O merciful Lord, heal our brothers and sisters who are suffering from all kind of diseases, especially those who are infected by COVID-19. Save your creation, Lord. Help those who are in distress. Shower your blessings on our parents, brothers, sisters, teachers, leaders, and all those who are departed from us. We will give praise and thanksgiving to you and to your holy name, now and always, and for the ages. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും സഭയോടും സമൂഹത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനായും കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഏവരോടും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം രാവും പകലും അധ്വാനിക്കുന്ന സകലരുടെ മേലും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ക്രിസ്ത്യമാർഗത്തിൽ ചരിക്കുവാൻ താല്പര്യപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏവരോടും നമ്മളെല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.